ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഇന്ന് ഞങ്ങളുടെ ഓണം ദിവസമാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് വീട്ടിൽ എൻജോയ് ചെയ്യുവാണ്. ഞങ്ങള് മാത്രമായിട്ട് നല്ല ക്വാളിറ്റി ടൈം എൻജോയ് ചെയ്യാനാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ ഞങ്ങള് രണ്ടാമത്തെ ഓണമാണ്. പിന്നെ ഞങ്ങൾ നൈബേഴ്സിനെ ഓണം കൂടാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം അവര് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ചിലർക്കൊക്കെ പല ആവശ്യങ്ങളും തിരക്കൊക്കെയാണ്. പക്ഷെ വരുന്നവരെ വെച്ചിട്ട് നമ്മൾ എന്തായാലും അവർക്ക് ഓണസദ്യ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ആദ്യത്തെ പരിപാടി നമുക്കറിയാലോ, അത്തപ്പൂ. അപ്പൊ അത്തപ്പൂവിന് പൂക്കളൊക്കെ പൂക്കളത്തിന് പൂക്കളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു അത്തപ്പൂ ഇടാം കേട്ടോ. അപ്പൊ നമ്മൾ കയറി വരുന്ന ആ കോറിഡോറിൽ തന്നെയാണ് നമ്മൾ അത്തപ്പൂ ഇടുന്നത്. ഇതേ കുഞ്ഞു ഇങ്ങോട്ട് നോക്കി, ഇതേ പൂക്കളൊക്കെ നമ്മൾ സെറ്റാക്കി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞൂസിന്റെ ഈ ഡ്രസ്സ് നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് AR Sparks Boutiques ആണ് കേട്ടോ. അപ്പൊ AR Sparks Boutiquesനെ കുറിച്ചൊന്ന് പറഞ്ഞേ. അത് നമുക്കിവിടെ അയർലൻഡിൽ എല്ലായിടവും നമുക്ക് ഡ്രസ്സ് ഓൺലൈനായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് അവർ ഡെലിവറി ചെയ്യും. അപ്പോൾ അവർക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, AR Sparks Boutique എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളുടെ വീഡിയോയുടെ താഴെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവര് അവിടെ നിന്നാണ് നമ്മൾ ഇവളുടെ ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത്. നല്ല ക്ലോത്ത് ആണ് കേട്ടോ. അപ്പൊ കുഞ്ഞൂസിന് ഇതേ ഓണക്കോടി, നല്ല കിട്ടില്ല ഓണക്കോടി അവര് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞൂസ് ഒന്ന് കാണിച്ചേ അതിന്റെ കുഞ്ഞൂസ് അത്തപ്പൂ ഇടാനുള്ള തിരക്കിലാണ് കേട്ടോ. അതെ, അടിപൊളി ഡിസൈൻ ഒക്കെ ഉള്ള നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ അടിപൊളി ഡ്രസ്സ് കേട്ടോ. അപ്പം ഇതുപോലത്തെ ഇന്ത്യൻ വെയേഴ്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ AR Sparks Boutiquesനെ കോൺടാക്ട് ചെയ്താൽ മതി. അവര് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും കേട്ടോ. അപ്പൊ കുഞ്ഞൂസ് ഇവിടെ അത്തപ്പൂ ഓൾറെഡി അത്തപ്പൂ ഇട്ട് തുടങ്ങി കുഞ്ഞൂസ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് അത്തപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. താഴെ നോക്കി, നല്ല സൂപ്പർ അത്തപ്പൂ. കുഞ്ഞൂസ് ഇട്ടയാ? ഏതൊക്കെ കളർ അതിനകത്തുള്ളത്? സർക്കിൾ അല്ലേ നമ്മൾ ഉണ്ടാക്കിയത്? നാളെ സ്ക്വയർ ഉണ്ടാക്കി, ഇന്ന് സർക്കിൾ ഉണ്ടാക്കി. ഞങ്ങളെ വീഡിയോ എടുക്കണം വിഷു. പണ്ട് ഇവള് കുഞ്ഞായിരുന്നപ്പം കറങ്ങി
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യത്തെ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി റിലാക്സ് ചെയ്ത് കഴിക്കാനൊക്കെ പോവാണ് കേട്ടോ. അപ്പം ചെറിയൊരു ക്യൂട്ട് അത്തപ്പൂക്കളമാണ് മാറ്. അപ്പം ഞങ്ങളെല്ലാം ട്രഡീഷണൽ ഓണം ഡ്രസ്സിൽ നമ്മൾ ശരിക്കും ഇവിടെ ഗ്രീൻ ചില്ലിയിൽ നിന്ന് നമ്മൾ സദ്യ ഇത് ചെയ്യുക ചെയ്തത് കേട്ടോ. ഫ്രോസൺ സദ്യയാണ്. കാരണം അതിനകത്ത് ഒത്തിരി കറികളുണ്ട്. നമ്മൾ കുക്ക് ചെയ്താലൊന്നും അത്രയും ടേസ്റ്റ് ഒന്നും വരത്തില്ല. നല്ല അടിപൊളി ഫ്രോസൺ സദ്യ നമുക്ക് മലയാളിക്കടയിൽ ഗ്രീൻ ചില്ലിയിൽ കിട്ടും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തേക്കുവാണ്. പിന്നെ ഫ്രോസൺ സദ്യ വാങ്ങുന്നവര് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പം ഉച്ചയ്ക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ മോർണിംഗ് എടുത്ത് വെക്കണം അല്ലേ ലച്ചു? ആ മോർണിംഗില് വൈകിട്ടത്തേനാണെങ്കിൽ മോർണിംഗ് എടുത്ത് വെക്കണം കേട്ടോ. അപ്പം ഞങ്ങളിപ്പം ഒരു 3 മണി 3:30 കഴിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു 6 മണിയൊക്കെ എടുത്ത് വെച്ചായിരുന്നു. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഒരു 18 ഡിഗ്രി ഉള്ളൂ. അപ്പൊ ആ 18 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ പുറത്തെടുത്ത് വെച്ചാലും ഫ്രോസൺ ആയതുകൊണ്ട് വളരെ പതുക്കെ അത് മെൽറ്റായി വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൈക്രോവേവോ അല്ലെങ്കിൽ ഗ്രില്ലറിലൊക്കെ വെച്ച് ചൂടാക്കേണ്ടി വരും. അപ്പം ഏർലി മോർണിംഗ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ കഴിക്കേണ്ട സമയത്ത് ഇത് ശരിക്കും നല്ല ഇതില് അതിന്റെ ഫ്രോസൺ ഇതൊക്കെ മാറി വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ ചൂടാക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും ഇനി സദ്യ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടെ സദ്യ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദേ കുഞ്ഞൂസ് വെജിറ്റബിൾ ഒന്നും അധികം കഴിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ചിക്കൻ കറി ഞങ്ങൾ അല്ലാതെ സൈഡിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊന്നും കഴിക്കത്തില്ല. ഓക്കെ, കുഞ്ഞൂസിന് 2 ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിക്കും. അതെല്ലാം കഴിക്കും. പപ്പടവും ചിപ്സും ചിക്കനും എല്ലാം കഴിക്കും. വെജിറ്റബിൾ ഒന്നും കുഞ്ഞൂസ് അങ്ങനെ അങ്ങോട്ട് ആയിട്ടില്ല. നമ്മുടെ നമ്മള് ചോറ് വാരി കൊടുക്കാൻ നേരം നമ്മൾ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോ അവള് കഴിക്കും. അവള് സ്വന്തമായിട്ട് കഴിക്കുമ്പം അത് അവള് ചൂസ് ചെയ്യാണ്. അവളെടുത്ത് മാറ്റി വെക്കും. കുഞ്ഞൂസ് അറിയാത്ത രീതിയിൽ ഉടച്ചൊക്കെ ഇങ്ങനെ സ്മാഷ് ചെയ്തൊക്കെ കൊടുത്താൽ കഴിച്ചോളും. ദേ നമ്മളുടെ ഫ്രോസൺ സദ്യ. പക്ഷേ ഇഷ്ടം പോലെ കറികളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇത് വിളമ്പിയിട്ട് അവസാനം തികയുന്നില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് കറികൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒത്തിരി ചോറെടുക്കാതെ മാക്സിമം കറികളുടെ ടേസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചോറ് കുറച്ചെടുത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ 3 പേരുമായിട്ട് ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യുവാണ്. നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഓണം ആഘോഷിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ലച്ചു ഹാപ്പി ഓണം അല്ലേ? എല്ലാവർക്കും ഹാപ്പി ഓണം. കുഞ്ഞു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാം കേട്ടോ. ഇപ്പം ഞങ്ങൾ സദ്യയുടെ ഒരു റിവ്യൂ ഒക്കെ ഞങ്ങൾ മുന്നേ ഇട്ടിട്ടുണ്ടല്ലേ. അയർലൻഡിൽ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഈ ഫ്രോസൺ സദ്യ കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് ഫ്രോസൺ സദ്യയുടെ ഒരു ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയാണ് ഫ്രോസൺ സദ്യ എന്നും. പിന്നെ അത് മാത്രമല്ല, ഇതാണ് ശരിക്കും കൺവീനിയന്റ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എന്താ പറയാ, ഇത്രയും വെറൈറ്റീസ് ഉള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷേ നമുക്കിപ്പോ ഇപ്പൊ ഇന്നലെ തന്നെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടല്ലേ. ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് നമുക്കിപ്പോ ഒരുമിച്ച്
ഒരുമിച്ച് ഒരു ദിവസം ഓഫ് കിട്ടിയാലും പെട്ടെന്ന് തന്നെ സദ്യ നമുക്ക് റെഡി ആയിട്ട് കയ്യിൽ കിട്ടും. നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ടൈം ടേക്കിംഗ് ആണ്. അപ്പം ഇത് നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇതുപോലെ രണ്ടുപേരും വർക്കിങ്ങും ഇതുപോലെ മാറിയൊക്കെ നിൽക്കുവാണെങ്കിലും, ഇതുപോലെ നേഴ്സായിട്ടൊക്കെ അയർലൻഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ നേഴ്സ് എന്നല്ല, ഡ്യൂട്ടി ഒത്തിരി എന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ഓണത്തിന് വേണ്ടി തന്നെ ഒരു 2-3 ദിവസം മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫ്രോസൺ സദ്യ എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം എൻജോയ് ചെയ്യാണ്. അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലിയോടൊപ്പവും അതുപോലെ നമ്മുടെ ഫാമിലി എല്ലാം നാട്ടിലൊക്കെയാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഹാപ്പി ഓണം പറയുന്നു. അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ കേട്ടോ. ഹാപ്പി ഓണം. സദ്യ കഴിക്കുന്നത് എപ്പോഴും ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. നമ്മൾ ഓരോ കറികളും ഓരോ ടേസ്റ്റ് പോലെ ഇങ്ങനെ കഴിച്ച് പോകണം. അതിനകത്ത് എന്നുവെച്ചാൽ ഏറ്റവും മൈൽഡായിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ മാറി ഹോട്ടായിട്ട് പോകാം. പിന്നെ നമ്മൾ മധുരം പായസം ഒഴിച്ചിട്ട് പായസത്തിൽ പഴമൊക്കെ ഞെവടി കഴിച്ച് പായസത്തിന്റെ ആ മത്ത് മാറ്റാൻ അച്ചാറ് കഴിക്കണം. അപ്പം നമുക്കിങ്ങനെ ആ മത്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു ടേസ്റ്റ് പെട്ടെന്ന് തന്നെ അച്ചാറ് കഴിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഫീല് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ കഴിക്കണ്ട. അപ്പൊ നമുക്ക് ആ മത്ത് പിടിച്ച് മധുരം കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കിറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ അച്ചാറ് കഴിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഫ്രഷ് വേറൊരു ഫീല് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് ശരിക്കും. ഇഞ്ചി ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇഞ്ചി ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ സദ്യ കഴിച്ച് ഇങ്ങനെ ഇതായിട്ടിരിക്കുമ്പോൾ ഇഞ്ചിയും കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ഫ്ലേവറാണ് സദ്യക്ക്. അപ്പൊ ഞങ്ങൾ പതുക്കെ റിലാക്സ് ചെയ്ത്, ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സദ്യ ഇങ്ങനെ പതുക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ ക്വാളിറ്റി ആയിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. ഓരോ ഫുഡും നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്യും, ഓരോ കറികളും എല്ലാം കേട്ടോ. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും സദ്യ കഴിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. കാരണം എല്ലാവർക്കും അറിയാമല്ലോ സദ്യ എങ്ങനെ കഴിക്കണ്ടെന്ന്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ആ മാങ്ങാച്ചാർ ഇടുമ്പോൾ തന്നെ ആ ഒരു വേഗം ദഹിച്ചിട്ടില്ല, ആ പുളിയും ഒരു എരിവും അങ്ങോട്ട് വേഗം വരുമ്പോഴേ. പിന്നെ ഓണം ശരിക്കും നമ്മുടെ കാർഷിക ഉത്സവമാണ്. എന്ന് വെച്ചാൽ എല്ലാം വിളവെടുത്തതിന് ശേഷം നമ്മൾ കൊണ്ടാടുന്നൊരു ഉത്സവമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വിളവെടുപ്പ് ഒന്നും കൃഷി അങ്ങനെ ചെയ്യാറില്ല. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്കത് ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇനി അങ്ങോട്ട് വരുന്നത് വിന്ററാണ്. അപ്പൊ വിന്ററിൽ തണുപ്പ് കൂടുതലാണ്, ഒന്നും അങ്ങനെ വളരത്തൊന്നുമില്ല. അപ്പം ഓണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടും ചിന്തിക്കുക ഇനി അങ്ങോട്ട് നല്ല വിന്ററിന്റെ ടൈമിലേക്കാണ് ഭൂമി മാറുന്നത്. അതുപോലെ വിഷു നേരെ തിരിച്ചാണ് കേട്ടോ. വിഷു ശരിക്കും മാർച്ചിലാണ്. മാർച്ച് ആ സമയമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സമ്മറിലേക്ക് കയറുന്ന പോലെയാണ് വിഷുവിന്റെ ടൈം. ഇവിടെ അതിനനുസരിച്ചൊരു ഫെസ്റ്റിവൽ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹാലോവിൻ ശരിക്ക് ഈ ഒരു ഓട്ടം സീസണിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഹാലോവിൻ കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പർ വിന്ററിലേക്ക് നമ്മളുടെ ഇത് മാറുവാണ്. അങ്ങനെ ഏതൊരു മതത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ഓരോ ഇവന്റിനും ഓരോ അതിൻ്റെതായിട്ടുള്ള ഒരു ഹോറോസ്കോപ്പിക് ഇതും കൂടെ അവര് കണക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ക്ലൈമറ്റ് വൈസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ഓരോ ഇവന്റ് കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും. അത് ഓരോ മതങ്ങളിലും അതിനനുസരിച്ചാണ് ഓരോ ഇവന്റുകളും സെലിബ്രേഷൻസുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ക്ലോസ് ആയിട്ട് നമ്മൾ ചുമ്മാ ഒബ്സർവ് ചെയ്താൽ നമുക്കത് മനസ്സിലാവും. ഫ്രണ്ട്സ്, നമ്മുടെ നൈബർ ഓർഡറിയും പാറ്റും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവർക്ക് സദ്യ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെല്ലാം കഴിക്കത്തൊന്നുമില്ല, എന്നാലും നമ്മളുടെ ഒരു സന്തോഷം. കാരണം അവരുടെ ചിലത് ഭയങ്കര ഹോട്ടാണ്, അവർ തന്നെ പറയാറുണ്ട് ചിലത് ഭയങ്കര ഹോട്ടാണ്. പക്ഷേ ചില സാധനങ്ങളൊക്കെ അവർക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടേസ്റ്റ് പോലെ ആയിരിക്കും അവർക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അവരിപ്പം വന്നിട്ടുണ്ട്, നമ്മുടെ ലിവിങ് റൂമിലിരിക്കുകയാണ്. ഇപ്പം ഇങ്ങോട്ട് വിളിക്കാം. അപ്പം നമുക്ക് അവർക്കൂടെ ഓണസദ്യ കൊടുക്കാം. അല്ലേ ലിച്ചു? There's yellow and white and purple and pink and ഫ്രണ്ട്സ്, അപ്പം പാറ്റും ഓർഡറിങ് വന്നിട്ടുണ്ട്. പാറ്റ് സേ ഹായ് ഇൻ മൈ വീഡിയോ. ഹൗ ആർ യു? കുഞ്ഞുസിന് കുറച്ച് ചോക്ലേറ്റ്സും ഗെയിമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അതെ, നോക്കി പുതിയ ഗെയിം, ചോക്ലേറ്റ്സ്. പിന്നെന്തേ കുഞ്ഞുസിന് കൊണ്ട് കൊടുത്തേ? ആ, ബാഗ്. ഓർഡറി സേ ഹായ്. ഹാപ്പി ഓണം. ഓക്കെ.
നമുക്ക് വി ക്യാൻ ഗോ കിച്ചൺ. Days will miss, right? Absolutely. Yeah. Okay. You know, yeah. Enjoy our Thank you. traditional feast. Thank you. We will start. Authentic Authentic Kerala Kerala feast. feast. Kerala, yeah. Okay, I will tell you how to start. Okay. Enjoy that. ലച്ചു പപ്പടം ഉണ്ടാക്കുന്നത് നോക്കുവാണ്. You want to just make it higher? Do you want to look up? And next order. Want to Just put like, you know, this way. Yeah. kind of sweep. Yeah. Get out. I've never seen it. Yeah. And Down. just turn. Otherwise it can be, you know, the yeah. That's it. Oh, It's that's done. good. Yay! Well done. For you. Vishu, Audrey. Audrey, next So, Audrey. it's fine. Yeah. Yeah. Audrey is a chef. She know. And turn it. Wow. It's done now. That's good. Now we can take it, yeah. Because if you leave it for a long, it can burn like, you know, Yes. that won't turn out like. Ah, ini kunyu. Oh. Careful. Yay! Good girl. Good girl. Ah. Good girl, kunyu.